അല്ല, ഇതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇതിൽ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എടുത്ത നിലപാടുകൾ, ആ നിലപാടുകൾ ഓരോ കാലഘട്ടങ്ങളിലും വ്യത്യസ്തമായ നിലപാടുകളാണ് അവരെടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ സുരേഷ് ബാബു സൂചിപ്പിച്ചു, ഇതിൻ്റെ തുടക്കം എവിടെ നിന്നാണ് ഉണ്ടായത് എന്നുള്ള കാര്യത്തെ സൂചിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട കേസ് കൊടുക്കുന്നതും അതുമായി ആദ്യം തുറന്നു കൊടുക്കുന്നതും ഈ പശ്ചാത്തലമൊക്കെ അദ്ദേഹം സൂചിപ്പിച്ചു. അപ്പോൾ ആ കാലഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ് ഇതുമായി ബന്ധപ്പെട്ട കേസും അതുപോലെ തന്നെ അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളും എല്ലാവരുടെയും വാദവും കേട്ട് സുപ്രീം കോടതി ഒരു അമിക്കബിളായിട്ട് സൊല്യൂഷൻ ഉണ്ടാക്കി. ആ സൊല്യൂഷൻ ഉണ്ടായതിനു ശേഷം പണി നടന്ന് ഇപ്പോൾ പൂജയുടെയും അതുപോലെ തന്നെ പ്രതിഷ്ഠയുടെയും സാഹചര്യം എത്തി നിൽക്കുന്നു. ഇത്തരമൊരു സാഹചര്യം എത്തി നിൽക്കുമ്പോൾ ഇതിൻ്റെ ട്രസ്റ്റ് എല്ലാവരെയും വ്യക്തിപരമായി ക്ഷണിച്ചിട്ടുണ്ടാവാം, ശരിയാണ്. അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി എന്ന നിലയ്ക്ക് ആയിരിക്കില്ല ഒരുപക്ഷെ കത്ത് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപക്ഷെ കൊടുത്തിട്ടുണ്ടാവും. ഇത്തരത്തിൽ രാജ്യത്തിൽ ഒരു വലിയ സംഭവം, ഒരുപക്ഷെ ഈ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു വലിയ ഉദ്ഘാടന ചടങ്ങ് നടക്കുമ്പോൾ അതിൻ്റെ ട്രസ്റ്റ് തീരുമാനിക്കുകയാണ്. ആ ട്രസ്റ്റ് തീരുമാനിക്കുന്നു, ഈ രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടികളെ വിളിക്കണം, രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ വിളിക്കണം, രാജ്യത്തിലെ സിനിമാ താരങ്ങളെ വിളിക്കണം, സാമുദായിക നേതാക്കന്മാരെ വിളിക്കണം. ഇത് രാഷ്ട്രത്തിലെ 140 കോടി ജനങ്ങളുടെയും പ്രതിനിധാനം ചെയ്യുന്ന രീതിയിൽ ഒരു വലിയ സംഭവമായി മാറണം ഇതിൻ്റെ ട്രസ്റ്റ് തീരുമാനിക്കുന്നത്. രാഷ്ട്രീയ തീരുമാനമല്ല, ഇതിൻ്റെ ട്രസ്റ്റാണ് ആ തീരുമാനമെടുക്കുന്നത്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഓരോരുത്തരെയും വിളിക്കുന്നത്. ഓരോരുത്തരെയും വിളിക്കുമ്പോൾ അവർക്ക് പോകാനുള്ളതും പോകാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിൽ തർക്കമൊന്നുമില്ല. പക്ഷെ ഇവിടെ വിഷയം അതല്ല. ഇവിടെ ഒരു നിലപാടെടുക്കാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് കഴിയുന്നില്ല? ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച കേരളത്തിലെ കോൺഗ്രസിനെ ശശി തരൂർ എന്ന് പറയുന്നു, സുധാകരൻ മറ്റൊന്ന് പറയുന്നു, ഖർഗെ വേറെന്ന് പറയുന്നു. എന്തുകൊണ്ട് തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് ഈ രാജ്യത്തെ 140 കോടി ജനങ്ങളും അതുപോലെ തന്നെ ഇതുമായി ഭക്തന്മാരായിട്ടുള്ള ആൾക്കാരും ചെയ്യുന്നത്. നിങ്ങളൊരു നിലപാട് പറയണേ, ഞങ്ങൾ അതിൽ പങ്കെടുക്കും. അല്ലെങ്കിൽ നിങ്ങൾ പറയൂ, പാർട്ടി എന്ന രീതിയിൽ ഞങ്ങളുടെ നിലപാട് ഇതാണ്, വ്യക്തിപരമായ ആൾക്കാർക്ക് പങ്കെടുക്കും. നിങ്ങളൊരു നിലപാട് പറയട്ടെ. അതും പറയുന്നില്ലോ. അപ്പൊ നിലപാട് പറയുന്ന കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം സൂചിപ്പ രാഷ്ട്രീയമാണ് ഇതിന്റെ പുറകിലുള്ളത്. സീറ്റ് കിട്ടണം, മുസ്ലിം വോട്ടുകൾ കിട്ടണം. ഈ പരിപാടിയിൽ പിന്തുണച്ചുകൊണ്ട് അതിൽ പങ്കെടുത്താൽ ഇവരെന്താ ഭയപ്പെടുന്നത്? കേരളം പോലെ സംസ്ഥാനങ്ങളിലെ മുസ്ലിം വോട്ടുകൾ നഷ്ടപ്പെടുന്നു. യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായം അടക്കമുള്ളവർ ഇതിന് പിന്തുണയാണ്. ഈ സുപ്രീം കോടതിയുടെ വിധി വന്ന സമയത്ത് രാജ്യത്ത് ഒരു സ്ഥലത്തും ഒരു തരത്തിലുള്ള രക്തച്ചൊരിച്ചിലുകളും ഉണ്ടായില്ലോ. അപ്പൊ എല്ലാവർക്കും ബോധ്യമായി രാജ്യത്തിന്റെ പരമോന്നതമായ നീതിപീഠം ഇഴകീറി പരിശോധിച്ച് എടുത്തൊരു തീരുമാനം ഈ രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തുന്ന തീരുമാനമാണ് എന്ന ബോധ്യം എല്ലാവർക്കും ഉണ്ടായിരുന്നു. മുസ്ലിം സമുദായത്തിലെ നന്മ നിറഞ്ഞവർക്കടക്കമുള്ള എല്ലാവർക്കും ആ ബോധ്യമുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണല്ലോ കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി തീരുമാനം. അത്തരമൊരു സാഹചര്യം എന്തുകൊണ്ടാണ് കോൺഗ്രസിന് ഞങ്ങൾ പങ്കെടുക്കാം? ഒന്നുമില്ല, അവർക്ക് പറയാം ഞങ്ങൾ രാഷ്ട്രീയമായിട്ട് ഞങ്ങൾ പങ്കെടുക്കില്ല, അത് പറയട്ടെ. അല്ലെങ്കിൽ വ്യക്തിപരമായിട്ട് ഭക്തന്മാരായിട്ട് ആൾക്കാർക്ക് പങ്കെടുക്കും. ഇതൊന്നും പറയുന്നില്ല. ഇതൊരു അഴകുഴമ്പൻ നയം സ്വീകരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു നൂറ്റാണ്ടിന്റെ പാരമ്പര്യം ഒരു രാഷ്ട്രീയ പാർട്ടി, ഒരുപാട് കാലം 10-60 വർഷക്കാലം ഈ രാജ്യം ഭരിച്ച രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്നൊരു നിലപാടില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്നു. അല്ലെങ്കിൽ വ്യക്തിപരമായ നിലപാട് പറയട്ടെ, രാഹുൽ ഗാന്ധി നിലപാട് പറയട്ടെ, ഞാനതിൽ പങ്കെടുക്കും. അല്ലെങ്കിൽ ഖാർഗെ പറയട്ടെ, ഞാനതിൽ പങ്കെടുക്കും. വിശ്വാസത്തിന്റെയും അവിശ്വാസം, നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ ജവഹർലാൽ നെഹ്റുവിനെ പോലുള്ള അതീശികളായിട്ട് ആൾക്കാർക്ക് ഒരു പക്ഷേ അത്തരം കാര്യങ്ങൾ പറയാം. പക്ഷെ ഇവിടെ വിഷയം അത് മാത്രമല്ലല്ലോ. 1947 സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം സോമനാഥ ക്ഷേത്രം വിദേശികളെ തകർത്ത് തരിപ്പണമാക്കി. മുഹമ്മദ് ഗോറിയും ഗസ്നിയും ഒക്കെ ആ ക്ഷേത്രം തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ ആ ക്ഷേത്രം പുനരുദ്ധരിക്കാനുള്ള തീരുമാനമെടുത്ത ഗവൺമെന്റ് ആയിരുന്നു, കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയിരുന്നു. അന്ന് സർദാർ വല്ലഭായ് പട്ടേൽ ആ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നു. അത്തരമൊരു തീരുമാനമെടുത്ത കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി അന്ന് സോമനാഥ ക്ഷേത്രം പുനരുദ്ധരിക്കാൻ വേണ്ടി നിലപാടെടുത്ത് സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു ക്ഷേത്രം പുനരുദ്ധരിച്ച പാർട്ടി എന്ന രീതിയിൽ ആ പാർട്ടി പതിറ്റാണ്ടുകൾ പിന്നിട്ടപ്പോൾ എന്താണ് ആ പാർട്ടിക്ക് സംഭവിച്ചിട്ടുള്ളത്? എന്താ അതുപോലെ ഒരു നിലപാടെടുക്കാൻ കഴിയുന്നത്? ഈ ചെയ്തത് ഒരു രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ ഈ തീരുമാനമെടുത്ത്. സുപ്രീം കോടതിയുടെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ സോമനാഥ ക്ഷേത്രത്തിന്റെ നിർമ്മാണം രൂപീകരിച്ച് ഗവൺമെന്റ് ആയിരുന്നുവെങ്കിൽ ഇവിടെ ഗവൺമെന്റ് അല്ല, സുപ്രീം കോടതി നിർദ്ദേശിക്കുന്ന ഒരു സ്വതന്ത്രമായ ട്രസ്റ്റ്. അവർ സുപ്രീം കോടതി പറഞ്ഞു ഇന്ന ആൾക്കാരെ ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ ട്രസ്റ്റാണ് നിർമ്മാണം നടത്തുന്നത്. അതിലെന്ത് രാഷ്ട്രീയമുള്ളത്? ആ ട്രസ്റ്റ് വിളിക്കുമ്പോൾ പോയാൽ എന്താ തകരാറുള്ളത്? അതുകൊണ്ടാണ് പലരും പോകുന്നത്. CPM അവരെ നിലപാട് പറയാം, ഒരു പക്ഷേ അവർക്ക് പക്ഷെ കോൺഗ്രസിനെ പോലുള്ള മറ്റു പല രാഷ്ട്രീയ പാർട്ടികളും ഇന്ത്യ സഖ്യത്തിലെ മറ്റു പലരും പങ്കെടുക്കുന്നല്ലോ. ഞങ്ങൾ പങ്കെടുക്കുമെന്ന് നട്ടലോട് പറയാൻ എന്താ കഴിയാത്തത്? അവിടെയാണ് ഈ കോൺഗ്രസിന്റെ പതിറ്റാണ്ടുകളായുള്ള കോൺഗ്രസ് അസ്തമിച്ചു കഴിഞ്ഞു. ഇന്ന് കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ കീഴിൽ അടയിരിക്കുന്ന ഒരു പക്ഷിയായി മാറിയോ? അവരെന്തിനാണ് നിങ്ങൾ ഭയപ്പെടുന്നത്? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ്
ഈ രാജ്യത്തെ ജനങ്ങൾ ചോദിച്ചു കൊണ്ടിരിക്കുന്നത്. അതും അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അസ്തമിച്ചു പോകുന്ന ഒരു സാഹചര്യം ഇത്തരം നിലപാടില്ലായ്മ കൊണ്ടാണ്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഒരു പ്രതിപക്ഷം എന്നുള്ള സ്ഥാനം പോയി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 456 സീറ്റ് നേടി രാജ്യം ഭരിച്ച പ്രസ്ഥാനമല്ലേ. ആ പ്രസ്ഥാനത്തിന് 44 സീറ്റ് മാത്രമാണുള്ളത്, പ്രതിപക്ഷം പോലുമില്ല. അപ്പൊ അത്തരത്തിൽ ഇനി രാഷ്ട്രീയമായിട്ടൊരു നിലപാടില്ലാത്ത സാഹചര്യം. ഇനി എങ്ങനെയാ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുക? കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയാത്ത രീതിയിൽ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടന്നു. വലിയ പ്രതീക്ഷയോടെ ഛത്തീസ്ഗഡ് വിജയിക്കുമെന്ന് പറഞ്ഞു, മധ്യപ്രദേശിൽ വിജയിക്കുമെന്ന് പറഞ്ഞു. അതിനുവേണ്ടി ഈ വിഷയം അവർ ഉയർത്തിപ്പിടിച്ചല്ലോ. ഞങ്ങളാണ് ഇതിന്റെ പിതൃത്വം എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പല സംസ്ഥാനങ്ങളിലും അവർ പ്രസംഗിച്ചല്ലോ. പക്ഷെ അതെല്ലാം കഴിഞ്ഞിട്ടും അവർക്ക് വലിയ രീതിയിൽ നേട്ടമുണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇരുട്ടിൽ തപ്പുന്ന ഒരു സമീപനമുള്ള നിലപാടുമായിട്ടാണ് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ രാഷ്ട്രീയമായിട്ട് നിങ്ങൾ നിലപാട് പറയും, നിങ്ങൾ വ്യക്തികളോട് നിങ്ങൾ അഭിപ്രായം പറയും. കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് സ്വതന്ത്രമായ തീരുമാനമെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പോകാം, വേണ്ടെങ്കിൽ പോണ്ട, അത് നിങ്ങളുടെ വിഷയമാണ്. എന്തെങ്കിലും പറയാനുള്ള ഒരു ധാർമ്മികമായ അല്ലെങ്കിൽ ഒരു ധൈര്യം അവർ കാണിക്കണ്ടേ? അത് കാണിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, ഞങ്ങൾ പറയുന്നു ഈ കോൺഗ്രസിന് മുസ്ലിം ലീഗ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ വിഴുങ്ങിക്കഴിഞ്ഞു. രാഹുൽ ഗാന്ധിക്ക് കേരളത്തിൽ വന്ന് മത്സരിക്കണം, ജയിക്കണം. അത്തരത്തിലുള്ള സാഹചര്യം കൊണ്ട് അവരുടെ അസ്തിത്വം നഷ്ടപ്പെട്ട കോൺഗ്രസ്, ഒരു പഴയകാല പ്രതാപം നഷ്ടപ്പെട്ട കോൺഗ്രസ് ഒരു നിഴൽ മാത്രമായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒരു നേതൃത്വം, തീരുമാനം പറയാൻ ഒരു നേതൃത്വമില്ല, ഒരു ഉറച്ച നിലപാടെടുക്കാൻ നേതൃത്വമില്ലാത്ത രീതിയിൽ കോൺഗ്രസ് ഒരു മുങ്ങുന്ന കപ്പൽ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ലേ എന്ന് ഈ രാജ്യത്തെ ജനങ്ങൾ സംശയിച്ചാൽ അവരെ നമുക്ക് കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് ഈ കാര്യത്തിൽ ഉള്ള നിലപാട് എന്ന് പറയാൻ സാധിക്കുന്നത്. യെസ്, കർഷകരെ വെടിവെച്ചു വന്ന മുലായം സിംഗിൻ്റെ പാർട്ടിക്കാർ പോലും പറഞ്ഞു ക്ഷണം കിട്ടിയാൽ ഞങ്ങൾ പങ്കെടുക്കും എന്ന്. പക്ഷേ കോൺഗ്രസ്സിന് ഈ നിമിഷം വരെ ഒരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടില്ല.